ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെഞ്ചുറിമീറ്ററിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതാണ്. സോ നമ്മളൊരു എക്സാമ്പിൾ ഒരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ വെഞ്ചുറിമീറ്റർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ബെർണോളിസ് തിയറം എന്താണെന്ന് നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ, അതായത് ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് മെയിനായിട്ട് ഒരു വെഞ്ചുറിമീറ്ററിൻ്റെ പ്രോബ്ലത്തിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതായത് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ക്യൂ എന്ന് പറയുന്ന ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിങ്ങനെയാണ്: സി ഡി ഇൻറ്റു A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിനകത്ത് നമുക്ക് A1 A2 ഒക്കെ നമുക്ക് ക്വസ്റ്റിനിൽ തരും. ഡയമീറ്ററിലൂടെ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അൺനോൺ ആയിട്ടുള്ളൊരു കാര്യം ഒരു പക്ഷെങ്കിൽ എച്ച് ആയിരിക്കും, അല്ലെങ്കിൽ മാനോമീറ്റർ ഹെഡ് അല്ലെങ്കിൽ പ്രഷർ ഹെഡ് ഡിഫറൻസ്, അതാ എച്ച് ആയിരിക്കും നമുക്കുള്ളത്. അതൊന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രഷർ തന്നു കഴിഞ്ഞാൽ പ്രഷർ P1 ഡിവൈഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാനുള്ള വേറെ ഇക്വേഷനാണ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ പറ്റിയിട്ട് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനാണോ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ അതിനനുസരിച്ച് നമുക്ക് എച്ചിൻ്റെ ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് യൂട്യൂബ് മാനോമീറ്ററിൽ ഉണ്ടാകുന്ന ലിക്വിഡ് റൈസ് ആണ്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എങ്ങനെയാണ് എച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് എ ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ വിത്ത് ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഡയമീറ്റേഴ്സ് 30 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ ഓഫ് വാട്ടർ. The reading of differential manometer connected to the inlet and the throat is 20 centimeter of mercury. Determine the rate of flow. Take CD is equal to 0.98. ഓക്കെ, അപ്പം നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ആണ്. സോ വെഞ്ചുറിമീറ്റർ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യാണ്? ഒരു പൈപ്പിനുള്ളിലുള്ള ഫ്ലോയുടെ ഒക്കെ നമുക്ക് ഇത് അവിടുത്തെ ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെഞ്ചുറിമീറ്റർ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ വെഞ്ചുറിമീറ്ററിൻ്റെ ഒരു നീളം കൂടിപ്പോയി. നമ്മൾ വെഞ്ചുറിമീറ്ററിൻ്റെ ഒരു ഹൈറ്റ് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലാണ് വെഞ്ചുറിമീറ്റർ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ പൈപ്പിൻ്റെ ഇൻലെറ്റ് ഫ്ലോ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ പൈപ്പ് എക്സിറ്റ് ഫ്ലോ ഇവിടെ കാണിച്ചിരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ഇൻലെറ്റ് ഏരിയ എന്ന് പറയുന്നത്. അവിടുത്തെ ഡയമീറ്റർ നമുക്ക് D1 ആണ്. അതുപോലെ തന്നെ അപ്പൊ അവിടുത്തെ ഏരിയ എന്തുമായിരിക്കും? A1 ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ പ്രഷർ P1, വെലോസിറ്റി V1, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ത്രോട്ടിന്റെ അവിടുത്തെ ഏരിയ ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ഡയമീറ്റർ നമ്മൾ T2 എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുമായിരിക്കും? A2 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവിടുത്തെ വെലോസിറ്റി, പ്രഷർ, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റിനിൽ തരുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ വിത്ത് ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഡയമീറ്റേഴ്സ്. നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് ഇൻലെറ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ത്രോട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ ഇൻലെറ്റ് ഡയമീറ്റർ ഓഫ് ദ വെഞ്ചുറിമീറ്റർ എന്ന് വെച്ചാൽ ഈസ് ഈക്വലന്റ് ടു ദ പൈപ്പ് ഡയമീറ്റർ. പൈപ്പ് ഡയമീറ്ററിനോട് ഒരേ ഇത് തന്നെയായിരിക്കും എന്ത് അതിന്റെ ഇൻലെറ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്റർ ആണ് അതിന്റെ ഇൻലെറ്റ് ഡയമീറ്റർ. അതുപോലെ തന്നെ അതിന്റെ ത്രോട്ട് ഡയമീറ്റർ നമുക്ക് തന്നിരിക്കുന്നു. ത്രോട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D2 ടേം ആണ്. സോ അത് 15 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് മെഷർ ദ ഫ്ലോ ഓഫ് വാട്ടർ. വാട്ടറിലൂടെയുള്ള വാട്ടറിന്റെ പൈപ്പിലൂടെയുള്ള ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ്, ഇതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഈസ് 20 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഈസ് 20 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഇവിടുത്തെ പ്രഷർ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു മെയിൻ ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ ദാണ്ടെ ഇതിന്റെ ഇൻലെറ്റും ത്രൂട്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ
നമ്മൾ സ്പിരിറ്റ് ലെവലൊക്കെ നോക്കുന്നത് പോലെ ഇവിടുത്തെ അതായത് നമ്മുടെ ഈ പൈപ്പിന്റെയും അതുപോലെ തന്നെ അവിടെ ഒരു വെഞ്ചുറിമീറ്റർ വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ പ്രഷർ ഡിഫറൻസിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഈ യൂട്യൂബ് മാനോമീറ്ററിനുള്ളിൽ മെർക്കുറി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാവും. സോ ഈ മെർക്കുറി ഫ്ലൂയിഡ് എന്ത് സംഭവിക്കും? ഈ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസിനനുസരിച്ചിട്ട് ഒരു ഹൈറ്റ് ഡിഫറൻസ് ഇവിടെ കാണിക്കും. സോ ആ ഹൈറ്റ് ഡിഫറൻസ് ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. അത് എവിടത്തെയാണോ പ്രഷർ കൂടുന്നത് അതിനനുസരിച്ച് ആ ഒരു ഹൈറ്റ് സൈഡിലോട്ട് ഫ്ലൂയിഡ് റൈസ് ചെയ്യും. ആ റൈസ് ചെയ്തിരിക്കുന്നതാണ് 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സോ ഈ എച്ച് എന്ന് പറയുന്ന സാധനം എച്ച് കണ്ടുപിടിക്കാനുള്ളതിനകത്തെ എക്സ് ആണ് എന്ത് നമ്മുടെ ഈ 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ട് പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സി ഡി കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.98 നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് ഒന്ന് നമ്മുടെ ഇൻലെറ്റ് ഡയമീറ്റർ D1 തന്നിരിക്കുന്നു. ദാറ്റ് ഈസ് D1 ഏരിയ കണ്ടുപിടിക്കാൻ A1 ഏരിയയുടെ ഇക്വേഷൻ π/4 D1 സ്ക്വയർ ആണ്. അതിനകത്ത് നമ്മുടെ ഇൻലെറ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ വരുന്നു D2 ത്രോട്ട് ഡയമീറ്ററിലേക്ക് വരുന്നു. ത്രോട്ട് ഡയമീറ്റർ 15 സെന്റിമീറ്റർ തന്നിരിക്കുന്നു. സോ അവിടുത്തെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? π/4 D സ്ക്വയർ ദാറ്റ് ഈസ് π/4 15 സ്ക്വയർ ചെയ്യാം. 176.7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് റീഡിംഗ് ഓഫ് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ നമ്മുടെ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എത്രയാണ്? 20 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ഡിവൈഡ് ബൈ എസ് ഒ മൈനസ് വൺ എന്ന് പറയും. എന്താണ് എസ് എച്ച്? എന്താണ് എസ് ഒ? എസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അതായത് എസ് ഒ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. എസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പം ഏതാണ് ഹെവി ഫ്ലൂയിഡ്, ഏതാണ് ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്? ഇപ്പൊ ഏതാണെങ്കിലും നമ്മുടെ എസ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ആണ്. അപ്പം എസ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ് പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്നത്? നമുക്കറിയാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെഷർ ദ ഫ്ലോ ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെയാണ് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന എന്തുമായിരിക്കും? വാട്ടർ ആയിരിക്കും. സോ നമുക്ക് വാട്ടർ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1. ഓക്കെ, വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. എന്നാൽ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കിത് ഓർത്തിരിക്കണം. മെർക്കുറിയുടെയും വാട്ടറിന്റെയും ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിലും നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവണം. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 13.6 ആണ്. ഓക്കെ, 13.6 ആണ് നമ്മുടെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. സോ അത് നമ്മൾ ദാണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിൽ 13.6 ആണോ 1 ആണോ വലുത്? ഓക്കെ, നമുക്കറിയാം 13.6 ആണ് വലുത്. അപ്പൊ ഹെവി ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മുടെ മെർക്കുറിയാണ്. സോ ഈ ഇക്വേഷനിൽ എസ് എച്ച് ഹെവി ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറി ആയതുകൊണ്ട് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ഇട്ട് കൊടുക്കുക. സോ എച്ച് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഈ റൈസ് 20 സെന്റിമീറ്റർ എക്സ് ഇൻറ്റു എസ് എച്ച് എത്രയാണ്? 13.6 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഈ ഇക്വേഷനകത്ത് 1 ഈ 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. 13.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും. സോ എച്ചിന്റെ വാല്യൂ 252 സെന്റിമീറ്റർ ഓഫ് വാട്ടർ ആണ്. സോ ബാക്കി എല്ലാം നമ്മുടെ ഇക്വേഷനോട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സി ഡി നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.98. A1 A2 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. സോ അതിനകത്തുനിന്ന് അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം ഇൻറ്റു √2GH 2 ഇൻറ്റു ജി എത്രയാണ്? ഈ ജി എന്ന് പറയുന്നത് 9.8 നമ്മുടെ 9.81 ആണ് നമ്മുടെ ഗ്രാവിറ്റിയാണ് 9.81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു 252. സോ ഇത് നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അത് നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണ്. സോ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 കൊണ്ട് നമ്മൾ 1,25,756 ആണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അത് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതിനെ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 125.756 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇതൊരു പ്രോബ്ലം ആണ്. അടുത്ത പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.